ഹലോ ഗായ്സ്, ഐ എം ഹിയർ വിത്ത് ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ പാർട്ട് 3 ആണ്. റീറ്റെയിൽ സിമുലേറ്ററിൻ്റെ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പാർട്ട് 3 ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞാൽ വലിയ ഇതൊന്നും എത്തിയില്ലെങ്കിലും 375 പോയിന്റ് നമ്മളൊന്നും ചെയ്തിട്ട് ചേട്ടാ. ഇനി എല്ലാം ചെയ്യാണ്ട് ഇത് പറയുമ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഓർമ്മയുണ്ട്, ഷെൽഫ് വെക്കണം. ഇനി ഷെൽഫ് ഒരു 3 വാങ്ങണം. 3 വാങ്ങണം. 3 വാങ്ങിയാൽ ശരിയാവുള്ളൂ. 3 പൈസ ഉണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം 3 പൈസ ഉണ്ടോ എന്ന്. ഗൈസ് സൗണ്ട് കുറച്ചേക്കാം. എൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഞാൻ എന്തായാലും സൗണ്ട് കുറച്ചുണ്ട്. 1 2 199 ഒന്നുകൂടി വാങ്ങിയ ഷെൽഫെങ്കിൽ കഴിയും 3 ഷെൽഫിലാണ്. ഓക്കെ എന്തായാലും നമുക്ക് അത് പോയി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ വെക്കാൻ സ്ഥലം വേണം. പുതിയ സാധനങ്ങളൊക്കെ വന്ന് കേട്ടോ. ഇതൊക്കെ വെക്കാന്ന് പറഞ്ഞ സ്ഥലം വേണം. കുറച്ച് ഇങ്ങനെ അവർക്ക് നിൽക്കാൻ പറഞ്ഞാണ് നിന്നാൽ പോരെ. ഒരു വഴിയുണ്ട്. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഒന്ന് ബാക്ക് ഒരു തുള്ളിക്ക് പോയാൽ പോലെയാണ് നമുക്ക്. ഇങ്ങനെ അത്രക്കും പോലെ ഇതതി. അങ്ങനെ അത് വെച്ചു. അങ്ങനെ 3 വെക്കാം ഗൈസ്. അത് എന്തിനാ വെച്ചാൽ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ നമ്മൾ 2 ലൈസൻസ് ഉണ്ട് വാങ്ങി. ആ ലൈസൻസ് വാങ്ങിയതോടെ പൈസ കിട്ടിയപ്പോൾ നമ്മൾ പൈസ ഉണ്ടായിട്ടോ നമ്മൾ ലൈസൻസ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ പുതിയ കുറേ സാധനങ്ങൾ വാങ്ങി. അതിനുള്ള സ്ഥലം ഉണ്ടാവില്ല, നമ്മൾ ഓർത്തിയില്ല. അതാണ് നമുക്ക് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ. എന്തായാലും വെക്കാം. കട എക്സ്പാൻഡ് ചെയ്യണ്ടേ ഗൈസ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? കട എക്സ്പാൻഡ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒരു കാര്യത്തിനാണ്. നമുക്ക് ഇതെടുത്തിട്ട് ഫ്രീസർ വാങ്ങിയാലോ? ഫ്രിഡ്ജ് വാങ്ങുക. ഫ്രിഡ്ജിലൊക്കെ വാങ്ങാൻ പറ്റിയ സാധനങ്ങളുണ്ടോ? ഒരു മിനിറ്റ്, കോൾഡിലേക്ക് ഒന്ന് പോയേക്കാം. ഇതൊക്കെ ബൈ ലൈസൻസ് 7. ഇതൊക്കെ നമുക്ക് വാങ്ങാം. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയാലോ ഇതൊക്കെ? ആണ്. നമുക്ക് ലൈസൻസ് ഒന്ന് നോക്കട്ടെ ഗൈസ്. കസ്റ്റമൈസേഷൻ മാനേജ് ലൈസൻസ്. നമുക്ക് ഈ എടുത്താലാണ് കയ്യുള്ളൂ. എടുക്കണം. ഒക്കെ എടുക്കും. നമ്മൾ എടുക്കും എന്ന് പറഞ്ഞാൽ എടുക്കും. വാശിയാണ്. ഈഗോ ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ വിറ്റ് പോകുന്നതിനെ വിചാരിക്കണേ. ഓയിൽ ഇവിടെ ഒന്നും ഇല്ലാത്തോട്ടത് ഓയിൽ. ഇനി ഇവിടെ ഓയിലിൻ്റെ പ്ലേസാണ്. നമ്മൾ ഫുൾ എന്തിനാ ഇടുന്നത് വെച്ചാൽ നമുക്ക് പൈസയും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. വരുന്ന ആൾക്കാർ വാങ്ങാതെ പോകില്ല എന്ന് 100% ഷുവറാണ്. വരുന്ന ആൾക്കാർ വാങ്ങാതെ പോകില്ല ഗൈസ്. കുടിവെള്ളം വരെ ഉണ്ട് ഇവിടെ. കുടിവെള്ളം നല്ല വില കുറച്ചാലോ? 5 റുപ്യക്ക് 5 റുപ്യക്ക് കുടിവെള്ളം കിട്ടണില്ലേ? ഭാഗ്യമാണ്. ഫിൽ ഷെൽഫ്സ് 8 ആക്കിയാൽ കിട്ടും. അപ്പം അതെന്തായാലും കിട്ടും. ഏതെങ്കിലും ഒരു ഷെൽഫ് ഒഴിവുണ്ടാവും എനിക്ക് ഡൗട്ടുണ്ട്. ഓയിൽ, വെള്ളം, മിൽക്ക് ഒരു കോംബോ ഇതിൽ വരുന്നുണ്ട് ഗൈസ്. സ്ലൈഡർ ഫുൾ 10 തന്നെ പോട്ടെ. അടുത്തെന്താ? ഇതൊന്നും വേണ്ട. വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? പൾപ്പ് സോഡ. ധാരാളം ഷുഗർ. പൾപ്പ് സോഡ പോട്ടെ. എന്തിനാ വെച്ചാൽ ഇവിടെ മൊത്തം വെള്ളത്തിൻ്റെ ഇതായിക്കോട്ടെ. സ്ലൈഡർ ഫുൾ. ഇനി സാധനം വാങ്ങാനില്ല പറയരുത്. വാങ്ങാൻ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 8 കൂടി വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ ഷെൽഫിൽ. 1 2 3 4 5 6 7 ഉള്ളൂ. ഒരു സ്ഥലത്ത് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഫ്രീ ആവശ്യമില്ലാത്ത സ്ഥലമാണ്. അതിന് നമുക്ക് കട എക്സ്പാൻഡ് ചെയ്യണം. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിലാവാൻ സാധ്യത കുറവാണില്ല. കസ്റ്റമൈസേഷനിലാവും. എക്സ്പാൻഡർ എത്ര? 2000 രൂപ.
ആദ്യം കട എക്സ്പാൻഡ് ചെയ്യാം, അതിനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് മതി ബാക്കിയൊന്നും. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കട എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ ഈ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ട് ഇത് മൊത്തം കൂടി ഒരു ഇടുങ്ങിയ സ്ഥലത്ത് തീരെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇത് പണ്ട് കളിച്ചായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. അന്ന് ഞാൻ പ്രോവേനു, മീൻസ് കട ഫുള്ള് 4,000 എത്ര കൊടുത്തോണ്ട് എക്സ്പാൻഡും ചെയ്ത് അങ്ങനൊക്കെ ഫുൾ എക്സ്പാൻഡ് ഫ്രിഡ്ജ് എല്ലാം ഉണ്ടായിരുന്നു അന്നൊക്കെ. പറഞ്ഞാൽ ഞാൻ പറയണില്ല, കുറേ ടൈം പറയണേ. ചോക്ക് പിക്ക് സെരിൽ സംഭവം എന്താ പറഞ്ഞാൽ ചോക്ക് പിക്കിൻ്റെ സ്ഥലമാണ് ഞാൻ അറിയാതെ ഇവിടെ പോയി വെച്ചത്. ഞാൻ അറിയാതെ വെച്ചതാണ്, സോറി. എന്തായാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ആലോചിക്കണേ, ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ. വാങ്ങാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പം നോക്കട്ടെ ഗൈസ്, വാങ്ങാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ. വേറും ഉണ്ട്, ക്ലാസിക് ഫ്ലോറും ഉണ്ട്, ബിവറേജസിലോ ഇതൊക്കെ ഉണ്ട്. വണ്ടപ്പച്ചോട വാങ്ങിയില്ല, നല്ലതാണ് ഗൈസ് വണ്ടപ്പച്ചോട വാങ്ങാത്തത്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലം വെറുതെ കിടക്കുകയാണ്, ആ സ്ഥലത്ത് എന്താ വെക്കേണ്ടതെന്നിട്ടില്ലേ. ഇപ്പം ആ സ്ഥലം ഫില്ലായിട്ടുണ്ട്. ഇതാ 40 റുപ്യ. ഇവിടെ സ്ലൈഡർ ഫുൾ. ഈ 7up നമ്മളെ കടയിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക കേട്ടോ. 7up 100 റുപ്യൻ്റെ സാധനം 50 റുപ്യക്കൊന്നും നമ്മൾ പറയുമല്ലോ ഒരിക്കലും. 100 റുപ്യൻ്റെ സാധനം 500 റുപ്യക്ക്. ഓഫർ. ഇതൊക്കെ വെച്ചിട്ട് കാണാനില്ല, കാരണം ഇത് കുറേ നേരം ഇത് ലെങ്ത്ത് കൂടും ഗൈസ്. അത് കഴിഞ്ഞിട്ടാ അങ്ങനെ എല്ലാ സാധനവും നമ്മുടെ ഷെൽഫ് മൊത്തം ഇനി ഒരു സ്ഥലത്ത് കൂടെ ഇല്ല, എല്ലാം മീൻസ് ഇതിന് ബാക്കിയാ വേണ്ട. നമുക്കിത് ഇട്ടിട്ട് ഓപ്പൺ ഗൈസ്. കട നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഹൂ ആണെന്ന് വേണ്ട. പെട്ടെന്ന് വരാം. നമുക്കെന്തായാലും ഇവിടെ ഇരിക്കാം, ഇതാണ് നല്ലത്. പെട്ടെന്ന് പറ്റേ നമുക്ക് ആൾക്കാരൊക്കെ അപ്പോൾ തന്നെ വിളിച്ചു കൊണ്ടുവരാം. ആർക്ക് വേണം എല്ലാ സാധനങ്ങളും എവിടെയുണ്ടെന്ന് ചോദിക്കരുത്, ഇവിടെ തന്നെയുണ്ട് ഗൈസ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. ഓടോ അടുത്ത വണ്ടി വരുമ്പോഴത്തേന് യെസ്, ഞാൻ 2 വണ്ടി ഒരുമിച്ച് ബ്ലോക്കാക്കി. നോക്കാം. ഇപ്പോഴും ഒരാൾ പോലെ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ആൾ അവിടെ ക്യൂ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. 2 പോലെ എടുത്തിട്ടില്ല അല്ലേ. കട മൊത്തം എടുക്കുമോ? ഓഫർ കുറേ ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. ഇയാൾ വെള്ളം കുടിക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് കാർഡിൽ തന്നെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഭാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 7up ആണല്ലോ. എന്തായാലും പോയി കൂടി 28 മതിട്ടാ പോയിക്കോ. ഒരാളില്ലല്ലോ. കേരള അവിടെ കുത്തിപ്പൊളിക്കുക. അത് മതി വരുത്താളപ്പോൾ തന്നെ തപ്പ. ഹലോ ചേച്ചി, എത്ര കാലം കണ്ടിട്ട്, പെട്ടെന്ന് വരെ കടന്നു വരൂ പ്രേക്ഷകരെ, ഇത് നമ്മുടെ സ്ഥലമാണ്. HG സ്റ്റോർ ഹേ ഗെയിമർ സ്റ്റോറിലോട്ട് ഏവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും വിളിക്കാം ഗൈസ്. കടന്നു വരൂ, ഇന്ന് നിങ്ങളുടെ നാളാണ്. സാധനങ്ങളും ആക്കിയാക്കാം, പേടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. 25 ഇവിടെ ഒരിക്കലും ക്യൂ നിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. അത്രക്കും ഫാസ്റ്റ്ലി ഞാൻ മൂവ് ചെയ്യും. നമ്മൾ ഫാസ്റ്റ്ലി ചെയ്താൽ പെട്ടെന്ന് തീരും. എത്ര ആളൊന്നല്ല, നമ്മൾ ക്യൂ നിൽക്കാൻ സമ്മതിക്കരുത്. നിങ്ങളെ ദിവസം ഞാൻ സ്പെഷ്യലാക്കി ചെയ്യാനാ. ഞാൻ ബില്ലടിച്ചോണ്ട് കിട്ടാം. അയാളെ എടുക്കുമോ? ആ ചോപ്പ് ഇനി ഇങ്ങോട്ട് വരട്ടെ. നമ്മളെ കസ്റ്റമർ അയാൾ ഇടിച്ചു. ഫോർ വാട്ട്? കൂടെ വന്നാൽ ആ ചോപ്പ് കൊണ്ട് ഞാൻ പിടിച്ച് നിർത്തും. നമ്മൾ കസ്റ്റമറിനെയാണ് അയാൾ ഇടിച്ചേ. അവിടെ നിൽക്കും, കുറച്ച് നേരം അവിടെ നിൽക്കും. എന്താണ് വിചാരം? നമ്മളെ കസ്റ്റമറിനൊക്കെ അവിടെ നിർത്താന്നാ? വേണ്ട വെക്കുമ്പോൾ തലകിരുന്ന് ഇറങ്ങരുത്. നീലൊക്കെ പോയിക്കോട്ടെ. ചോപ്പ് കുറച്ച് നേരം അവിടെ കിട്ടെ. നമ്മളെ കസ്റ്റമറിനെ ഇടിച്ച് നിർത്താനായിട്ട് വളർന്നിട്ടില്ല. ഞാൻ വിട്ടു, അവിടെ ആൾക്കാർ ബില്ലടക്കാൻ നിന്നുകൊണ്ട്. എന്താണ് ബ്രോ, ചൂടാവില്ലേ? ചൂടാവും നിങ്ങൾ എല്ലാം അടിച്ചു തരും കേട്ടാ. ചൂടാവണം എന്തിനാണ് ബ്രോ? 5-1-6-7 നമുക്ക് കൊടുക്കാനുള്ളത് ഗൈസ്. 50 സോറി
നിങ്ങൾക്കൊന്നും കണ്ണാണൂലേ എങ്ങനൊക്കെ വരില്ല മോശാട്ടോ ക്യൂ നിൽക്കാൻ നമ്മൾ സമ്മതിക്കൂല ഒരു വാക്കുണ്ട് ഞാനാണല്ലോ ഡീലൊക്കെ റെഡിയാക്കണേ ഏതെങ്കിലും ചെക്കന്മാരടിച്ചാൽ പറഞ്ഞാൽ മതിട്ടാ അത് നമ്മളെ കടയിൽ കാണുന്നുണ്ടെങ്കിൽ ഈ വഴി കൂടെ ജോബ് കൊണ്ടി പോകാൻ ഞാൻ സമ്മതിക്കൂല അത്രക്കും ചൊറന്നെയാണ് ഗൈസ് കാരണം എന്തുകൊണ്ടല്ല നമ്മൾ കസ്റ്റമറിനൊക്കെ എന്തിനാണ് ഈ ചോപ്പ് വണ്ടിക്ക് ഇത്രക്കും ഇത് നീലൊക്കെ പോട്ടെ നമ്മളെ ഇതിൽ തന്നെയാണോ ആ വരാം ബില്ലൊക്കെ അടിച്ചിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു ചോപ്പ് വണ്ടിയാണല്ലോ കൂല സോറി ബ്രോ എനിത്തിങ് എൽസ് ഇത് വേണോ കയ്യൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും എന്താ ആകെ ഇതിനും വേണ്ടിയാണ് നിങ്ങൾ വന്ന് കോട്ടും സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ വെച്ച് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്ന അപ്പോൾ ഉറുപ്പില്ലേ വിടുകാക്ക നിങ്ങളൊക്കെ എന്തോന്നടാ ഒരു സാധനം എടുക്കാനായിട്ട് വരികയാണ് എനിക്ക് ഡൗട്ട് ആരും ഇതിലായിട്ടും വെള്ളം വാങ്ങിയിട്ടില്ല വെള്ളം ആർക്കും വേണ്ട എന്താണിത് എന്തൊരിതാണിത് അല്ലെങ്കിൽ ആകെ ഒരു ഇതായിട്ട് ഇരിക്കുകയാണ് നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ ഗൈസ് പ്രൊമോഷൻ ഫോർ വാട്ട് എന്നല്ലേ ഇത് മൊത്തം അങ്ങ് തീരും പെട്ടെന്ന് ഇതൊക്കെ തുനുതുനാന്ന് പറഞ്ഞ് തരും പക്ഷെ നമ്മൾ പ്രൊമോഷൻ ചെയ്യില്ല എന്തുകൊണ്ടെന്നല്ലേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തീരും പടപടേന്ന് തരും ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം 5 20 കൂടെ ഓടാടുന്നു നമ്മളാണ് ഇതിൽ ഒരു മിനിറ്റ് കേട്ടോ കുറച്ച് ടൈം എടുക്കട്ടെ ഞാൻ വരാൻ ചെറിയൊരു പണിയുണ്ട് ബ്ലൂ പോട്ടെ നിങ്ങൾക്ക് എന്താണ് നമ്മളെ കസ്റ്റമറിനൊക്കെ ഇടിച്ചിട്ടാണ് പോകുന്നത് ആ നീലനെ ഞാൻ പിടിച്ചോളാം അന്വേഷിച്ചിട്ടാണ് പോയത് നിർത്തിക്കോട്ടാ അടിച്ചാണ്ട് പൊളിച്ചലാവും ക്യൂ നിൽക്കാൻ അവസ്ഥ വരിക്കൂല ചൂടാവില്ലേ ചൂടായി ഞാൻ ബില്ലും അടച്ചിട്ടില്ല നിങ്ങളെ ഹലോ ഒക്കെ എനിക്ക് വേണ്ട ചൂടാവാൻ നിൽക്കണെന്തിനാണ് അടിയാവേ എന്നിട്ട് നല്ല സോപ്പ് ഇടണേ നമ്മളോട് എടാ വെള്ളം വാങ്ങടാ വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള സാധനമാണ് വെള്ളം മിൽക്ക് ഓയിൽ പൾപ്പ് സോഡ ഒന്നെങ്കിലും എടുത്തു ആ വെള്ളം വാങ്ങടോ അതൊക്കെ വെള്ളം വാങ്ങിക്കാണി നിങ്ങൾക്ക് എന്തിനും ജീവിച്ചിരിക്കണം വെള്ളം കുടിക്കാതെ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണേ വെള്ളം കുടിക്കലേ ഞാൻ കുടിച്ചൂടെ കുടിച്ച് കാണിച്ച് തെളിവ് കാണിക്ക് അതിനുവേണ്ടി വെള്ളമൊക്കെ കുടിക്കണം വെള്ളം കുടിക്കില്ല കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പറയണ നമ്മളെ വേണം പറയാനേ ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തൂല ഞാൻ വരുന്നുണ്ട് ഒരു മിനിറ്റ് ഒരാളെന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്തില്ല എന്നാണ് പറയണത് സ്ലൈസ്ഡ് പൊറിച്ച് എന്തോ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയിക്കണേ ഓക്കെ നമ്മളെ കടയിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ അതോ ക്യൂ നിൽക്കേണ്ട അവസ്ഥ നമ്മൾ ഒരിക്കലും വരുത്തൂല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രക്കും അടിപൊളിയാണ് ഓയിൽ ഒരാളെടുത്തിട്ടോ ഈ സമയം ഒരു വെള്ളം വാങ്ങി എന്താണ് പ്രശ്നം ഒരു പ്രശ്നമില്ല വെറുതെ അത്രക്കും മാനേജ്മെൻറ്റ് ലൈസൻസ് ഇത് ഇതിനുള്ള പൈസ ഇല്ല പൈസ ഉണ്ടാവില്ല എൻ്റെ കാര്യത്തിൽ പൈസ ഇല്ല ഓക്കെ നമ്മളെന്താ ലൈസൻസ് വാങ്ങി നമ്മൾ ഞാൻ കുറേ സാധനത്തിൻ്റെ ലൈസൻസ് വാങ്ങുമ്പോൾ മാനേജ്മെൻറ്റ് എന്തൊക്കെയോ ഇപ്പോൾ വാങ്ങിയത് ക്യാൻ ഓഫ് ഫിഷ് മൊസറല്ല ചീസൊക്കെ ഞാൻ വാങ്ങിയാ അപ്പം ഇനി ഫ്രിഡ്ജ് ആവശ്യമുണ്ട് നമ്മൾ ഫ്രിഡ്ജ് അങ്ങ് വാങ്ങാൻ പോവാണ് അതിന് മുമ്പ് കട എക്സ്പാൻഡ് ചെയ്യണം നമ്മളിപ്പോൾ വാങ്ങിയതൊക്കെ അവിടെ വെക്കട്ടെ നമ്മൾ അതൊന്നും ഇനി വാങ്ങാനും പോണില്ല നമ്മളിനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കട എക്സ്പാൻഡ് ചെയ്യണം കട എക്സ്പാൻഡ് ചെയ്യാനുള്ള പണിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് 25 2 റുപ്യ പോട്ടെ ഓരോ കൂടി പോട്ടെ അല്ലോ സോറി നിൽക്കേണ്ട അവസ്ഥ ഞാൻ വരില്ല പറയണ അറിയാതെ അതൊക്കെ ഞാൻ പെട്ടെന്ന് തരൂലേ പോട്ടെ കാട്ടേറ്റ് ആദ്യം തന്നെ ആടാ ഈ വെള്ളം കൊടുക്കാത്ത വാട്ടർ ബെസ്റ്റ് ഫോർ ഹെൽത്ത് കേട്ടോ വെള്ളം എടുക്കടാ ഇത്രക്കും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരാൾ പോലും വെള്ളം എടുത്തിട്ടില്ല വെള്ളം എടുക്ക് എടാ വെള്ളം എടുക്കടാ ഇയാൾ വെള്ളം എടുക്കുന്നത് ഇയാൾ വെള്ളം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇയാളെ മോട്ടിവേറ്റ് ആക്കണേ വാട്ടർ ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത് ബ്രോ പ്ലീസ് ടേക്ക് വാട്ടർ ഞാൻ വിചാരിച്ചു വാട്ടറാണെന്നാ ഇയാൾ കുറച്ച് നേരം അവിടെ ക്യൂ നിൽക്കട്ടെ ഞാൻ എത്ര ഡയൽ എടുത്ത് വന്ന് പറഞ്ഞു വെള്ളം എടുക്കുന്നു ഞാൻ എന്താ മര്യാദയുടെ ഭാഷയിലല്ലേ പറഞ്ഞേ ആണ്
ഇനി എന്തായാലും പൈസ ആയാലേ ഒന്നും ചെയ്യണ്ട, പ്രൊമോഷൻ ചെയ്യാം. എന്നാലേ ആൾക്കാരൊക്കെ ഒന്ന് കയറി നിരങ്ങുള്ളൂ. കയറി നിരങ്ങണം നമ്മളെ കടയിൽ. ഇനി എന്തൊക്കെ പറഞ്ഞു കാര്യമില്ല. ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൈസ എങ്കിൽ പൈസ കേട്ടോ. പൈസ 50 25 വേണ്ടെങ്കിൽ വേണ്ട, 10 ഇതിന്ന് പോയാ 50 25 അതിലും ക്യൂ നിൽക്കണ്ടോ? നിൽക്കൂലാന്ന് കറാ. നിറയാതെ തന്നു. അതാണ് നമുക്ക് വാശിയാണ് ഗൈസ്. നമ്മൾ ഇത് ചിലപ്പോൾ 2 ദിവസം എടുക്കും. ഈ സാധനങ്ങൾ മൊത്തം തീരാതാ നമ്മൾ ഇന്ന് പോവില്ല. വാശിയാണ്. പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർക്കാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ട് ഇവർ വാങ്ങുന്നില്ല? വെള്ളം ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത് ബ്രോ. 550 ഉറുപ്പ്യാക്കിക്കാ. ആകെ 2-3 സാധനം എടുക്കുള്ളൂ ഒരാളൊക്കെ. നിങ്ങളൊക്കെ എന്തിനാ വരുന്നത്? പോയി ചത്തൂടെ. വെറുതെ മനുഷ്യനെ നിനക്ക് എടുത്താനായിട്ട് വന്നോളൂ. ഇതിൽ ഒരാൾ വെള്ളം എടുക്കും, ഇയാൾ വെള്ളം എടുക്കും. ഗായ്സ് ഫസ്റ്റ് വാട്ടർ വെള്ളം തന്നെ എടുത്തോ. ഫസ്റ്റ് കസ്റ്റമറാണ് നമ്മളെ വെള്ളം എടുത്ത ആദ്യത്തെ കസ്റ്റമർ. വേറെ ആരുമല്ല, ഇറ്റ്സ് ഹീ. നമ്മൾ പെട്ടെന്ന് അയാൾക്ക് ബില്ലടിച്ചു കൊടുക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വെള്ളം ആരും ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. നമ്മളൊക്കെ വെള്ളം ആദ്യം എടുത്ത കസ്റ്റമർ ഇതാ വരുന്നു. ബീജം ഇട്ട ആദ്യം വെള്ളമാണ്. ഇന്ന് മൊത്തം ഈ കട മൊത്തം തീർന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ആശയാടാ ചെക്കന് വെള്ളം എടുത്ത്. അതാണ് ഇനി എല്ലാവരും വെള്ളം എടുക്കുക ആണെങ്കിൽ പൊളിച്ചിരുന്നു. 455. സ്റ്റോപ്പ് ഇന്നെടുക്കില്ലേ? വെള്ളം എടുത്തതിനോട് മാത്രമേ ഉപകാരമുള്ളൂ തനിക്ക്. വലിയ ഉപകാരമില്ല. അല്ലെങ്കിൽ ഞാൻ അറിയാതെ ചെയ്ത് സോറി വരെ പറയും. പപ്പിക്കോള പോളപ്പോളാ ഇതൊക്കെ പേര് കടയിൽ വിൽക്കണം ഇന്ന വേണം പറയാൻ. മാഷ് സ്ലൈഡർ പ്രോഷീട്ടൊക്കെ എന്തടാ സാധനം? ഷോപ്പ് സ്ലൈഡർ പ്രോഷീറ്റ് ഒന്നുമില്ലല്ലോ. ഡ്രിങ്ക് ആവില്ല, സ്വീറ്റാവും. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ ഞങ്ങൾ സ്ലൈഡർ പ്രോഷീറ്റോൻ്റെ സാധനം ഇത്. വെള്ളം എടുത്തിക്കണോ? ഒരു മിനിറ്റ് ആക്കാം. ഒരു മിനിറ്റ്. ആരും കേരള നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന നമ്മളൊരു ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം വരുന്നേ. ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? 48. ഓക്കെ സമയം നിങ്ങൾ കുറച്ച് നേരം നിൽക്കണം. നിങ്ങളോട് ആരാ വരാൻ പറഞ്ഞത്? ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം പറയിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്നോളും. ഓ 8 രൂപ ഞാൻ തരില്ല. എൻ്റെ ഇടേ ഈ 22 കസ്റ്റമറിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് 11 കസ്റ്റമറാണ്. എനിക്കൊരു ഡൗട്ട്, ഈ ബാക്കി 11 കസ്റ്റമേഴ്സ് എന്ത് അൺസാറ്റിസ്ഫൈഡും അല്ല സാറ്റിസ്ഫൈഡും അല്ല, മോശമല്ലേ? എന്നാലും പ്രൊമോഷൻ ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിരിക്കും. ഇറ്റ്സ് ഈഗോ. പ്രൊമോഷൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച് 550 ഉറുപ്പ്യ ആവുന്നതിന് മുമ്പ് ഇത് മൊത്തം തീരൂല. നിങ്ങൾക്ക് 100% ഷുവറാണ്. 550 ഉറുപ്പ്യ ആയ ഉടനെ ഞാൻ പത്രത്തിലുണ്ട് കൊടുക്കും എൻ്റെ കട. പ്രൊമോഷൻ എന്ന് പറഞ്ഞാണ്ട് ആൾക്കാരൊക്കെ കയറി നിറങ്ങട്ടെ എൻ്റെ കടയിൽ. പെട്ടെന്ന് കടന്നു വരൂ. എഡ്ജി സ്റ്റോറിലോട്ട് ഏവർക്കും സ്വാഗതം. എന്ത് വേണം എല്ലാതും എടുക്കാം. നിങ്ങൾക്ക് സ്വന്തം. 550 ഉറുപ്പ്യക്ക് ആരൊക്കെ എടുക്കുന്നു അവർക്കെല്ലാം എൻ്റെ വക ഒന്നുമില്ല. ആരാണ് 550 ഉറുപ്പ്യക്ക് ആക്കി തരിക നോക്കാം ഗൈസ്. ചെക്കൗട്ട്. ഓക്കെ ഇവിടെ ഇവിടുത്തെ ഒരു കസ്റ്റമറിനാണല്ലോ. ഗുഡ്. നമ്മൾ ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടൈമിനവിടെ പോയിരിക്കാം. സാധനങ്ങളെന്താ? ഓക്കെ അവിടെ ഒന്ന് കാർഡ് തന്നൂടെ? ദിവസം പോക്കാനായിട്ട് ഓരോരോ ആൾക്കാർ വന്നോളും. ഇപ്പോൾ 6 രൂപ ഞാൻ തരില്ല.
പെട്ടെന്ന് 437 ഉള്ളൂ. ഇനിയും വേണം 100,000 റുപ്യ. വെള്ളം വാങ്ങണ രണ്ടാമത്തെ കസ്റ്റമർ ഇതാ ഇയാൾ തന്നെ വീണ്ടും. അളന്നല്ലേ മറ്റേതും ഫോൺ നമ്പർ ഇടാ അറിയതാ. പെട്ടെന്ന് 485 എങ്ങനെങ്കിലും അത് 550 ആക്കിയാൽ നമ്മൾ ആദ്യമായിട്ടാ ഒരു ദിവസത്തിലേറെ ഇങ്ങനെ നിൽക്കണത്. ഇന്നത്തെ വീഡിയോ പൊളിക്കും. കാരണം വെച്ചാൽ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവുന്നതാണ് എൻ്റെ ഊഹം. പ്രൊമോഷൻ ചെയ്താൽ നമ്മൾ 2x പ്രൊമോഷൻ ചെയ്ത് ഇവിടെ നിൽക്കണമൊക്കെ പ്രൊമോഷൻ ചെയ്താൽ ഉടനെ 2x. ഞാൻ പറഞ്ഞ പ്രൊമോഷൻ ചെയ്താൽ ഉടനെ 2x ആണ്. 2x ആകുമ്പോൾ പിന്നെ ഞങ്ങൾ കാണലൊക്കെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ തീർത്തേക്കാന്ന് സ്റ്റോറി ലെവലോ 5 ലെവലായി നമ്മൾ കൂടുണ്ട് കേട്ടോ. 550 എന്താവാത്തൊരു 9 റുപ്യ ആര് വരും ആരാദ്യം വരും? ഗോവാസി ഈ കാക്കയാണ് നമുക്ക് 550 റുപ്യ ആക്കാൻ സഹായിച്ച കാക്ക. ഒരു 2 വെള്ളക്കുപ്പിയൊക്കെ ഇപ്പോൾ നല്ല ചിലവുണ്ട് കേട്ടോ. 5 പ്രൊമോഷൻ കാര്യം പറയാണ്. ഇനി തൊട്ട് 2x. നമ്മുടെ അറിയാൻ വേണ്ടിയാണ്, നമ്മൾ കട തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയൽസിലും പ്രൊമോഷൻ ചെയ്ത് കേട്ടോ. പിന്നെ പോയിന്റ് 7 ആണ്. Had a tough day, but your store made me smile. Goodbye. ഇത് എന്താണ് ക്യൂ ആവാത്തത്? കടന്നു വരൂ പ്രേക്ഷകരെ. ഇന്നത്തെ നിങ്ങൾക്ക് സ്വന്തം 100 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ആർക്ക് വേണം കടന്നു വരൂ. Amazing shop. Just what I was looking for. Bye. Okay. Amazing service. Just what I needed today. Goodbye. Had a tough day, but your store made me smile. Goodbye. Amazing service. Just what I needed today. Goodbye. കണ്ടു. Excellent service. I'll be back soon for sure. Bye. Thanks. Had a wonderful shopping experience. See ya. Thanks. Had a wonderful shopping experience. See you. Amazing. Very satisfied with my purchase. Goodbye. Amazing. The welcome and value. See you. Great service. Much needed after a long day. Goodbye. Loved it. അപ്പോൾ Amazing അങ്ങനെ prices കഴിഞ്ഞിട്ട് കേട്ടോ. and friendly staff. ആൾക്കാരെല്ലാം Goodbye. കഴിഞ്ഞ് പേർച്ചേ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്താൽ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാലും പ്രൊമോഷൻ കൊടുത്തു. ഇനി നമ്മളെ പരിപാടി പറഞ്ഞാൽ ഇനി നമ്മൾ ഒരിക്കലും പ്രൊമോഷൻ കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ സാധനം വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഈ പൈസ പറഞ്ഞാൽ. ഇനി നമ്മൾ മെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യണം. കട എക്സ്പാൻഡ് ചെയ്യണം. ബ്രോ കട പൂട്ടിക്കാണ് വരണ്ട. കട എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് ഇനിയുള്ള മെയിൻ പണി പറഞ്ഞാൽ. നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടേ പോകുള്ളൂ. ഈഗോ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കട എക്സ്പാൻഡ് ചെയ്തതിന് എല്ലാം കൂടി ഇവിടെ തന്നെ രസമുണ്ടാവില്ല കാണാൻ. അതുകൊണ്ട് നമ്മൾ കട എക്സ്പാൻഡ് ചെയ്യും. മൊസറല്ല ചീസ് പോലത്തെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഫ്രിഡ്ജ് വാങ്ങും ഗൈസ്. അത് ചിലപ്പോൾ നമ്മളിപ്പോൾ തന്നെ വാങ്ങാൻ പോകണം ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ പ്രൊമോഷൻ ചെയ്തതിന് ശേഷം പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ പൈസ ഉണ്ടായാലല്ലേ അപ്പോൾ തന്നെ ഫ്രിഡ്ജ് വാങ്ങണ്ടേ, നമ്മൾ വാങ്ങി വെക്കാം. അതാണ് നല്ലത്. ഒരു മിനിറ്റ്, ഈ എല്ലാം കൂട്ടില്ല വെൻഡ് മെഷീൻ കാണാനല്ലേ. വെൻഡ് മെഷീൻ വാങ്ങണോ? ഒരു വെൻഡ് മെഷീനും ഇരിക്കട്ടെ. ഒരു
2 ഫ്രിഡ്ജിനുള്ള ഇതൊന്നും എനിക്കില്ല. പപ്പി ഫ്രിഡ്ജ് കോളൻ്റ് ആണെങ്കിൽ വാങ്ങാം. നമുക്ക് 2 ഫ്രിഡ്ജൊക്കെ വാങ്ങട്ടെ ആണെങ്കിൽ അതും റെഡി. ഞാൻ പറഞ്ഞ ഇതൊക്കെ വെക്കാൻ എൻ്റെ കയ്യിൽ സ്ഥലമുണ്ട് ഗൈസ്. വിചാരിച്ച ആളല്ല ഞാൻ. കുറച്ചും കെട്ട് ഒന്നുകൂടി പ്ലേസ് ഐറ്റം. ഇതാണ് നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ നമ്മളൊക്കെ സ്ഥലമൊക്കെ ഗൈസ്. നമ്മൾ വിചാരിച്ച മാതിരത്തെ ആൾക്കാരല്ല ഞാൻ. ഇവ പിൻഭാഗം കെട്ട് പൊളിയാവും. കൂടി അങ്ങോട്ട് ഒന്നും കൂടി പോയാൽ ഓക്കെ. ഇത് പുളിയല്ലേ ആഹാ ഇത്ര പുതിയതാണെന്ന് എനിക്കറിയില്ലല്ലോ. പ്ലീസ് ആയിട്ട് ഇത് കറക്റ്റാ. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ സാധനം. ചെറിയൊരു പ്രശ്നം പറ്റി ഗൈസ്. മോസറല്ല ചീസ് ഇതിൻ്റെ ഉള്ളിൽ വെക്കൽ ഡൗട്ടുണ്ട്. നമുക്ക് ആദ്യം മോസറല്ല ചീസ് മാത്രം ഒന്ന് വാങ്ങിയൊക്കെ ഗൈസ്. വേറെ ഒന്നിനുള്ള മോസറല്ല ചീസ് ഇതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ രൂപത്തിൽ വെക്കൽ. യോഗട്ടൊക്കെ ഇവിടെ വെക്കൽ അല്ല അത് വാങ്ങ്. അതിന് 299 വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല ഓക്കെ. നമുക്ക് ആദ്യം ഫ്രിഡ്ജിലത്തെ സാധനങ്ങൾ മാത്രം വാങ്ങാം. വേറെ ഒന്നിനുള്ള അതിൽ സാധനങ്ങളുണ്ടാവില്ല. പിന്നെ മീൻ മുലറ്റെ അതാട്ടെ മേലെ തന്നെ ഉള്ളത്. മീൻ മുലറ്റെ 14 ഉറുപ്പ്യ. വിറ്റോ. ഇതൊക്കെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾക്ക് ആവശ്യം വരും ആൾക്കാർക്ക്. മോസറല്ല ചീസ് ഇതിൽ തന്നെ അല്ല. ഞാൻ വിചാരിച്ചു മറ്റേ ഫ്രീസറിലാണെന്നാ. 10 ഉറുപ്പ്യുള്ളൂ. ഫ്രൂട്ട് യോഗേർട്ട് ഇതും എല്ലാവരും വാങ്ങും. കാരണം എന്ന് വെച്ചാൽ യോഗേർട്ട് ആണ്. സ്ലൈഡർ ഇപ്പം റെഡി. ഇനി എടുത്തോ ഇത് ഗൈസ്. നമ്മൾ ഇനി ഇതൊക്കെ റെഡിയാക്കി എക്സ്പാൻഡൊക്കെ ചെയ്യും. ഒക്കെ നമ്മൾ പാർട്ട് 4ലാണ്. ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം അറിയുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇന്നത്തെ എടുത്തുള്ള പോവാണ്.